blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഒരു പുതിയ ബ്ലെസ്സിങ് ടുഡേ വീക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അന അബി എബ്രഹാം ഫ്രം ആലപ്പി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നലെ തൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാവരും ചേർന്ന് നമുക്ക് തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അന്നയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തിനായി തൻ്റെ ഫ്യൂച്ചറിനായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ, പാരൻസ് അബി എബ്രഹാമിനെയും റോണ അബിയെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ നിലകളിലുമുള്ള ദൈവിക അനുഗ്രഹങ്ങൾ ആത്മീയമായും ഭൗതികമായും ഈ കുടുംബത്തിൽ വന്ന് നിറയട്ടെ. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടെ അന്നയെ ഞങ്ങൾ ഇപ്പോൾ ബ്ലെസ് ചെയ്തിരിക്കുന്നു. കർത്താവെ, ഇന്നലെ ആരംഭിച്ച തൻ്റെ ജീവിതത്തിലെ പുതിയ വർഷം ദൈവിക നന്മകളാലും അനുഗ്രഹങ്ങളാലും അലങ്കരിക്കപ്പെട്ട ഒരു വർഷമായി മാറട്ടെ. താങ്ക് യു ലോർഡ്. ഞങ്ങളെല്ലാവരും ചേർന്ന് തന്നെ ബ്ലെസ് ചെയ്തിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അന. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആരംഭിച്ച ആ സന്ദേശ പരമ്പര നമ്മൾ ഈ ആഴ്ചയിൽ തുടരുകയാണ്. The call and election of God. ദൈവത്തിൻ്റെ വിളിയും അവൻ്റെ തെരഞ്ഞെടുപ്പും. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുട്ടിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, ഒരു പേർപ്പസ് ഉണ്ട്. രണ്ട് രീതിയിലാണ് ആ ദൈവത്തിൻ്റെ കോൾ അല്ലെങ്കിൽ പേർപ്പസ് കിടക്കുന്നത്. ഒന്ന്, ഈ ഭൂമിയിലേക്ക്. രണ്ട്, ഈ ഭൂമിക്ക് ശേഷം നിത്യതയിലേക്ക് നീണ്ടു കിടക്കുന്ന ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ പദ്ധതിയും. ഒത്തിരി പേരും ദൈവികമായ പദ്ധതിയെ തിരിച്ചറിയുന്നില്ല. അവർക്ക് തോന്നിയതുപോലെ അവരുടേതായ വഴിയിൽ, അല്ലെങ്കിൽ സാധാരണ നമ്മളൊക്കെ പറയാറുള്ളത് പോലെ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ സാധാരണ രീതിയിൽ നമ്മളങ്ങ് ജീവിച്ച് തീർക്കുന്നു. എന്നാൽ ദൈവത്തിന് വളരെ കൃത്യമായി ഓരോ വ്യക്തികളെക്കുറിച്ചും ചില പദ്ധതികളുണ്ട്. അതുകൊണ്ട് ദൈവം ഭൂമിയിലുള്ള സകലരെയും തന്നിലേക്ക് വിളിക്കുകയാണ്. കാരണം എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തെ വിട്ട് നടക്കുന്നവരാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ള സകല മനുഷ്യ മക്കളെയും ദൈവം തന്നിലേക്ക്, സ്രഷ്ടാവിലേക്ക് മടങ്ങി വരുവാൻ അവൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറേ പേർ വിളി കേൾക്കുന്നു, കുറേ പേർ സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുന്നു. സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുന്നവരെല്ലാം ബൈബിൾ പറയുന്നതിനനുസരിച്ച് നിത്യമായ ഒരു നാശത്തിലേക്ക് ചെന്ന് പതിക്കുന്നു. അവർ പോലും അറിയാതെ അവർ നിത്യനാശത്തിൽ ചെല്ലുകയാണ്. എന്നാൽ ദൈവം സകലരെയും ഇരുളിൽ നിന്നും തൻ്റെ വെളിച്ചത്തിലേക്ക് വരുവാനായി രാവും പകലും വിവിധ രീതികളിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം തൻ്റെ വചനം വായിക്കുമ്പോൾ ചിലരെ വിളിക്കുന്നുണ്ട്, വചനം കേൾക്കുമ്പോൾ വിളിക്കുന്നുണ്ട്, തൻ്റെ ശുശ്രൂഷകരിലൂടെ വിളിക്കുന്നുണ്ട്, അനുഭവങ്ങളിലൂടെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് ദൈവം എല്ലാവരെയും തന്നിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിളി സാധാരണ വിളിയല്ല, അതൊരു ഹൈ കോൾ ആണ് എന്ന് നമ്മൾ കണ്ടു. ഉന്നതമായൊരു വിളിയാണ് ദൈവത്തിൻ്റെ വിളി. മാത്രമല്ല, അതൊരു വിശുദ്ധ വിളിയാണ്, ഹോളി കോൾ. കൂടാതെ ഇറ്റ്സ് എ ഹെവൻലി കോൾ, ഒരു സ്വർഗീയ വിളിയാണ്. അങ്ങനെ 3 Hൽ ആണ് ഇത് നമ്മൾ കാണുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പല ദിവസങ്ങളിലായി ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് കുറേ കൂടെ ഡീപ്പർ ലെവലിലേക്ക് നമ്മൾ ഈ സന്ദേശ പരമ്പരയിൽ പോകാൻ പോവുകയാണ്. ഇന്ന് പ്രധാനമായും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് കോൾസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വിവിധ വിളികൾ. നമുക്ക് ഈ സമയത്ത് മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. യേശു ജനക്കൂട്ടത്തെ തൻ്റെ അടുത്തേക്ക് വിളിച്ച് ശ്രദ്ധയോടെ കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ. തുടർന്ന് കാര്യങ്ങൾ പറയുകയാണ്. ആരെയാണ് വിളിച്ചത്? ജനക്കൂട്ടത്തെ.
ഒത്തിരി പേരെ കൂട്ടമായി തന്നിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി. അതേ അധ്യായം താഴേക്ക് 32 വാക്യം വായിക്കുമ്പോൾ യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞു. ഇപ്പോൾ വിളിച്ച് ജനക്കൂട്ടത്തെയല്ല, ശിഷ്യന്മാരെയാണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തേത് പൊതുവേ സകലരെയും വിളിക്കുന്നു. രണ്ടാമത്തേതിൽ ഹി നാരോസ് ഡൗൺ ആൻഡ് കോൾസ് എ സ്മോൾ ഗ്രൂപ്പ്. ഇത് രണ്ട് വിളിയാണ്. ഒന്നാമത്തേനെ നമുക്ക് വേണമെങ്കിൽ ജനറൽ കോൾ ഓഫ് ഗോഡ് എന്ന് പറയാം. എന്ന് വെച്ചാൽ പൊതുവായുള്ള ദൈവത്തിൻ്റെ വിളി. എല്ലാവരെയും ദൈവം തന്നിലേക്ക് വിളിക്കുന്നു. തന്നിൽ നിന്നും കൃപ പ്രാപിക്കുവാൻ, ജീവൻ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, തൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ, തന്നോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാൻ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ രണ്ടാമത്തേത് സ്പെഷ്യൽ കോളാണ്. ദൈവം ചിലരെ, ഉദാഹരണത്തിന് യേശു 12 പേരെ തിരഞ്ഞെടുത്തു. അവരെ പലപ്പോഴും തൻ്റെ അടുക്കിലേക്ക് വിളിച്ച് അവരെ ശിഷ്യത്വത്തിലേക്ക് നടത്തിക്കൊണ്ടിരുന്നു. അവരെ ശിഷ്യന്മാരെന്നും അപ്പസ്തോലന്മാരെന്നും ഒക്കെ വിളിച്ചു. അപ്പോൾ ഒന്നാമത്തത് ജനറൽ കോൾ, രണ്ടാമത്തത് സ്പെഷ്യൽ കോൾ. തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരെ വിളിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം സകലരെയും തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നത്? ഒന്നാമതായി രക്ഷ നൽകുവാൻ. ടു ഗിവ് ദം the free gift of salvation. ദൈവം അതിനു വേണ്ടി എല്ലാവരെയും വിളിക്കുന്നത്. തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, നന്മയ്ക്ക് വേണ്ടി, നല്ല കാര്യത്തിന് വേണ്ടി വിളിക്കുന്നത്. ഒരിക്കലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ കുറിച്ചു വെച്ച് തുടർന്നും അത് പഠിക്കാൻ തുടങ്ങണം. ഏഷ്യാവിൻ്റെ പുസ്തകം 45 22 വാക്യത്തിൽ ദൈവം പറയുന്നത്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുക. ഇന്ത്യയിലും ഇന്ത്യാനയിലും ഇന്തോനേഷ്യയിലും എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലെ സകല രാജ്യങ്ങളിലും എല്ലായിടത്തിലുമുള്ള സകല ഭൂസീമാവാസികളെയും ദൈവം വിളിക്കുക. എന്തിനു വേണ്ടി? ദൈവത്തിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി. മത്തായിയുടെ സുവിശേഷം 9 അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 13 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിക്കുവാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശമാണ് പറഞ്ഞത്. വളരെ നീതിമാന്മാരാണ്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാരെ യേശു വിളിക്കുന്നില്ല, പാപികൾ വിളിക്കുന്നു. പാപികൾ എന്തിനാണ് വിളിക്കുന്നത്? പാപമില്ലാത്തവരാക്കി മാറ്റാൻ. അവരുടെ പാപങ്ങളെല്ലാം താൻ എടുത്ത ശേഷം യേശുവിൻ്റെ നീതിയും വിശുദ്ധിയും രക്ഷയും അവർക്ക് നൽകാൻ വേണ്ടി. അതിനാണ് യേശു വിളിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 17:30 വാക്യം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അങ്ങനെയുള്ള അജ്ഞതയെ അവഗണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളുടെ അജ്ഞതകളെ ദൈവം അങ്ങ് അഗണ്യമാക്കിക്കൊണ്ട് എല്ലായിടങ്ങളിലുമുള്ള എല്ലാവരും തന്നിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെടണം എന്ന് ദൈവം സകലരോടും കൽപ്പിക്കുകയാണ്. എന്തിനാ ദൈവം പൊതുവെ എല്ലാവരെയും വിളിക്കുന്നത്? രക്ഷ പ്രാപിക്കുവാൻ. റോമർ 1:6 അനുസരിച്ച് സകല ജാതികളെയും, യഹൂദരെ മാത്രമല്ല ജാതികളെയും ദൈവം ക്രിസ്തുയേശുവിലൂടെയുള്ള രക്ഷയ്ക്കായി വിളിക്കുന്നു. 1 തിമോത്തിയോസ് 6:12 വാക്യത്തിൽ പറയുന്നത്, നിത്യജീവന് വേണ്ടി ദൈവം നമ്മെ വിളിക്കുന്നു. റോമാലേഖനം 8 അധ്യായം 28, 29, 30 വാക്യങ്ങൾ നമുക്ക് ഈ സമയത്തൊന്ന് വായിച്ചു നോക്കാം. വളരെ ശക്തിയേറിയ, കോരിത്തെരിപ്പിക്കുന്ന ചില സത്യങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവിടുത്തെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി തന്നെ. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ദൈവം ഒരാളെ വിളിക്കുമ്പോൾ അതിന് ദൈവത്തിൻ്റെതായ ഒരു പേർപ്പസ് ഉണ്ട്, പ്രത്യേക ഉദ്ദേശത്തിലാണ് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ഉദ്ദേശങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. അവരുടെ ജീവിതത്തിൽ സകല നന്മയ്ക്ക് വേണ്ടി ദൈവം ചെയ്യും. 29, ദൈവം മുൻകൂട്ടി അറിഞ്ഞവരെ, ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവം മുൻകൂട്ടി അറിഞ്ഞവരെ, God foreknew some people. In his foreknowledge he knew some people.
അവരെന്ത് ചെയ്തു? തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപമാകുവാൻ, അല്ലെങ്കിൽ യേശുവിനെ പോലെ ആകാൻ വേണ്ടി അവിടുന്ന് മുൻ നിയമിച്ചിരിക്കുന്നു. നേരത്തെ ദൈവം ചിലരെ അറിഞ്ഞു. ചില വ്യക്തികൾ ദൈവത്തിലേക്ക് തിരിയുമെന്ന് അറിഞ്ഞു, വിളി കേൾക്കുമെന്നറിഞ്ഞു. അങ്ങനെയുള്ളവരെ യേശുവിനെ പോലെ ആകാൻ വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്നു. അത് അവിടുത്തെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനാണ്. അവിടുന്ന് മുൻ നിയമിച്ചവരെ വിളിച്ചും. അങ്ങനെ ദൈവം നേരത്തെ തൻ്റെ മുന്നറിവിൽ കണ്ട് നിയമിച്ചവരെ ദൈവം വിളിച്ചും. വിളിച്ചവരെ ദൈവം നീതീകരിച്ചു. അവരുടെ പാപങ്ങളെ മാറ്റി ദൈവിക നീതി നൽകി നീതീകരിച്ചവരെ തേജസ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. സ്റ്റെപ്പുകൾ മനസ്സിലായോ? ദൈവം മുന്നമേ കണ്ടവരെ, മുന്നമേ അറിഞ്ഞവരെ, മുൻ നിയമിച്ചവരെ ദൈവം വിളിച്ചു. വിളിച്ചവരെ ദൈവം നീതീകരിച്ചു. നീതീകരിച്ചവരെ ദൈവം തേജസ്കരിച്ചു. ദാറ്റ് ഈസ് ഗോഡ്സ് പർപ്പസ്. അതല്ലാതെ ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തരാൻ വേണ്ടി മാത്രമല്ല. ഈ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാം ദൈവം തരും. എന്നല്ല, അതിനപ്പുറത്തേക്ക് നിത്യതയിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു മഹാ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. ദൈവത്തിൻ്റെ ജനറൽ കോളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദൈവം പൊതുവെ എല്ലാവരെയും, സകല സ്ത്രീകളെയും പുരുഷന്മാരെയും വിളിക്കുന്നു. എന്തിനു വേണ്ടി? രക്ഷ പ്രാപിക്കുവാൻ. അടുത്ത ഒരു വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 തെസ്സലോനിക്കർ 4:7 വാക്യം. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ വിളിച്ചിരിക്കുന്നത്. ജനറൽ കോൾ രണ്ടാമത്തേത്. എന്തിനു വേണ്ടി വിളിക്കുന്നു? വിശുദ്ധിയിൽ നാം ജീവിക്കുവാൻ വേണ്ടി. ഇതുവരെ നമ്മൾ അശുദ്ധിയിലായിരിക്കാം ജീവിച്ചത്, പക്ഷെ വിശുദ്ധിയിലേക്ക് ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ബി ഹോളി ആസ് ഐ എം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ പിതാവാകൂ, നിങ്ങൾ എൻ്റെ മക്കളാകും. പിതാക്കന്മാർക്കും മക്കൾക്കും തമ്മിൽ സാദൃശ്യം ഉണ്ടായിരിക്കും, ഒരുപോലെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തെ പോലെ തൻ്റെ കുഞ്ഞുങ്ങളാകണമെന്ന് ദൈവം ആഗ്രഹിക്കും. അടുത്ത നമ്മൾ വായിക്കാൻ പോകുന്നത് 1 പത്രോസ് 2 9 വാക്യത്തിൽ നിന്നാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജനതയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും ആകുന്നു. എന്ന് മനസ്സിലാക്കാം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കാണ്. വേറെ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞു, എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ പൊതുവെ ദൈവം സകലരെയും തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. വചനത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന അവൻ വസിക്കുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ്. സൂര്യനെ നോക്കാൻ നമുക്ക് സാധ്യമല്ല നട്ടുച്ചയ്ക്ക്. അതുപോലെ പ്രകാശമാണ് സൂര്യനുള്ളത്. വസ്ത്രം നമ്മൾ ധരിക്കുന്നു, നമ്മൾ ഈ ഷർട്ട് ധരിക്കുന്ന പോലെ, കുപ്പായം ധരിക്കുന്നത് പോലെ ദൈവം പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. തേജോമയനായ ദൈവം. ആ ദിവ്യമായ പ്രകാശത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അഥവാ ദൈവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അന്ധകാരം നീങ്ങിപ്പോകും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 1:9 വാക്യം വായിച്ചു നോക്കാം. തൻ്റെ പുത്രനും, ദൈവത്തിൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. എന്തിലേക്കാണ് നമ്മളെ ജനറൽ കോളിൽപ്പെട്ട അടുത്ത ഒന്ന്, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് യേശുവുമായുള്ളൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി, ടു ഹാവ് എ ഫെലോഷിപ്പ് ടുഗദർ വിത്ത് ജീസസ്. അപ്പോൾ യേശുവുമായുള്ളൊരു കൂട്ടായ്മയിൽ ജീവിക്കാൻ, യേശുവുമായുള്ളൊരു റിലേഷൻഷിപ്പിൽ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് എനി റിലീജിയൻ. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് എ റിലേഷൻഷിപ്പ്. ഇതൊരിക്കലും മറക്കരുത്. ദൈവം ഒരിക്കലും മതമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ്, വ്യക്തിപരമായ ബന്ധം, 1-on-1 റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, പല വചനങ്ങളും നിങ്ങളോട് പറഞ്ഞു.
പല കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞു. ഇതെല്ലാം ഉള്ളിൽ എത്തിയെങ്കിൽ, ഇതുവരെ ശരിയായി ദൈവമായി ബന്ധത്തിൽ അല്ല നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, റൈറ്റ് നൗ ടേക്ക് എ ഡിസിഷൻ. ഈ കൂട്ടായ്മയിൽ ഞാൻ ജീവിക്കും, ഈ അത്ഭുത പ്രകാശത്തിൽ ഞാൻ ജീവിക്കും, ഈ നിത്യജീവൻ ഞാൻ സ്വായത്തമാക്കും. അങ്ങനൊരു തീരുമാനം അകത്തെടുത്ത് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം എനിക്ക് വേണം. എൻ്റെ ലൈഫ് എന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പാകെ എൻ്റെ ലൈഫ് ഞാൻ ഇട്ടുകൊടുക്കുക. അങ്ങനെ ഒരു തീരുമാനം വിശ്വാസത്താൽ എടുത്ത് ലൈഫിൽ ചേഞ്ച് വരുത്തുക. വചനം ധാരാളമായി വായിക്കുക. ഈ വചനങ്ങൾ നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. തുടർന്ന് നമുക്ക് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കും. നാളെ ഞാൻ ഈ സന്ദേശം തുടരുന്നതായിരിക്കും. ഒറ്റ എപ്പിസോഡ് പോലും മിസ് ചെയ്യരുത്. ഈ ആൻറ്റിയുടെ പേര് കുഞ്ഞുമോൾ എന്നാണ്. ഓക്കെ. ഈ വാളക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്, പുനലൂരിൽ നിന്ന് തന്നെയുള്ള സ്ഥലത്ത് നിന്നാണ് ആൻറ്റി വരുന്നത്. ഈ ആൻറ്റി പറയുന്നത് ഇതാണ്: 6 മാസമായിട്ട് ഈ ആൻറ്റിയുടെ ശരീരം മൊത്തം പെരിക്കുന്നത് പോലെ, അതായത് തരിക്കുന്നത് പോലെ, ഫുൾ ബോഡി മുഴുവൻ ശരീരവും ഇങ്ങനെ തരിക്കുന്നത് മാതിരി ആൻറ്റിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും കാണുന്നില്ല. പക്ഷേ ബ്ലഡ് ചെക്ക് ചെയ്തു, അതിൻ്റെ ഷുഗർ ചെക്ക് ചെയ്തു, എല്ലാം നോർമലായിരുന്നു. പക്ഷേ ഇത് കുറവില്ലായിരുന്നു. വീണ്ടും ഇതേ അനുഭവം തന്നെ ആൻറ്റി പറയുന്നത്. ഇത് ശരീരം മുഴുവൻ ഇത് വരുമ്പോൾ വല്ലാത്ത വേദനയായിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല. മാത്രമല്ല സ്റ്റെപ്പുകളൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ വല്ലാത്ത ശരീരവേദന, ജോയിൻസ് പെയിൻ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ചെക്കപ്പ് നടത്തിയപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ശരീരത്തിൽ വേദന ഉണ്ടായിരുന്നു. ആൻറ്റി കഴിഞ്ഞ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ, അതായത് പുനലൂരിൽ നടന്ന ഇവിടെ ഈ ഹോളിൽ വെച്ച് നടന്നത് 2012 ഏപ്രിൽ മാസം 27-ാം തീയതിയാണ് കഴിഞ്ഞ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇവിടെ നടന്നത്. ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആൻറ്റി വന്നിരുന്നു. അന്ന് ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ശരീരത്ത് മുഴുവൻ വേദനയും ഇതുപോലെ ഇങ്ങനെ പെരുപ്പ് അതുപോലുള്ള അനുഭവങ്ങളുള്ളവരെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആൻറ്റി അത് വിശ്വസിക്കുകയും ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ തലയിൽ നിന്നും ഈ ശിരസ് മുതൽ താഴേക്ക് ഒരു ചൂടിങ്ങനെ കാൽ വഴി ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്നാണ് ആൻറ്റി പറയുന്നത്. അന്ന് തന്നെ വീട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ ഒരു അസുഖമില്ല. പക്ഷേ അന്ന് തന്നെ സൗഖ്യമായി. അങ്ങനെ ഒരു അസുഖമില്ല. പിന്നീട് ഇതുവരെയും ഒരു പ്രശ്നവുമില്ല. ഇതിന് മുമ്പുണ്ടായിരുന്ന വേറൊരു വിഷയം എന്ന് പറയുന്നത്, ആൻറ്റി നടക്കുമ്പോഴെല്ലാം ഇങ്ങനെ സൈഡിലേക്ക് തെന്നി പോകുമായിരുന്നു. സൈഡിലേക്ക് ഇതിങ്ങനെ മുഖാന്തരം വേദനയും ഈ തരിപ്പ് മുഖാന്തരം. മാത്രമല്ല ഒന്നും പിടിക്കാനോ ഒന്നും പറ്റാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ആ അസുഖത്തിൽ നിന്നാണ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ യേശു കർത്താവ് ഈ പുനലൂരിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ യേശു കർത്താവ് ആരാധനയിടയിൽ ആൻറ്റിയെ പൂർണ്ണമായും സൗഖ്യമാക്കി. പിന്നീട് ഇതുവരെ ഒരു പ്രശ്നവുമില്ല. ഈ സ്റ്റെപ്പ് കയറിയ വന്ന് അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി, പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി, വീണ്ടും സ്റ്റെപ്പ് കയറി സ്റ്റേജിലേക്ക് വന്നാണ് ആൻറ്റി സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. കൈകൾ ഉള്ളവരൊക്കെ ഒന്ന് കൈയടിച്ച് യേശുവിന് മഹത്വം കൊടുക്കാം. ഈ പറഞ്ഞു കേട്ടത് സത്യമാണോ? എല്ലാം സത്യമാണ്. എനിക്ക് ഇതുപോലെ ആദ്യമേ എനിക്ക് കൈക്ക് ഇങ്ങനെ പെരുപ്പ് വന്നത്, ആ പെരുപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഈ സൈഡ് കൊണ്ട് ഇങ്ങനെ എല്ലാം വേദനയായി. അപ്പം പിന്നെ അത് വെച്ചിട്ട് ഈ കൂട്ടായ്മയുടെ മധ്യത്തിലുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യാതെ ഞാൻ ഭാരപ്പെട്ടിരുന്ന സമയത്താണ് അനുഭവം എന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അനുഭവം. കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ബ്രദർ പറഞ്ഞു, ഇതുപോലെ പെരുപ്പും വേദനയായിട്ടുള്ളവർക്ക് ഇതുപോലെ ദൈവം സൗഖ്യമാക്കുന്നു, പൂർണ്ണമായി വിട്ടുകൊടുക്കാന്ന് പറഞ്ഞു. അപ്പം ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്നെങ്കിലും എൻ്റെ കാല് ഇളക്കി ചവിട്ടിയാൽ ഞാൻ വീഴും. അതേ അവസ്ഥയിൽ ഞാൻ നിൽക്കുക. അപ്പം ബ്രദർ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, സാരമില്ല, വിട്ടുകൊടുക്കെന്ന് പറയുകയും എന്നെ ഷോക്ക് അടിക്കുന്നത് പോലെ എടുത്ത് ഞാൻ നിന്നടം മറന്ന് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ച് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് സൗഖ്യം പൂർണ്ണമായി. എൻ്റെ ശരീരത്ത് അങ്ങനെ എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങ് പറന്നിങ്ങനെ പോകുന്ന പോലെ ഒരു വെയിറ്റ് ആയിരുന്നു. അതുവരെ എൻ്റെ ശരീരത്ത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അതങ്ങ് മാറിപ്പോയി. ഈ ശരീരത്ത് എൻ്റെ തലയിൽ ഇങ്ങനെ ആരോ വന്നിങ്ങനെ തൊട്ടതുപോലെ തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ താഴെ ഇങ്ങനെ ഇറങ്ങി അതിൻ്റെ ശരീരം ഞാൻ കുളിച്ച പോലെ വിയർത്ത് ഒഴുകി. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ എനിക്ക് ദൈവം തന്നു. ആ ഈ നിമിഷം വരെയും എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം. എനിക്ക് ഉറങ്ങാനും പറ്റും. ഞാൻ എപ്പോഴും ഇപ്പം യേശു അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ഞാൻ ഈ സ്റ്റെപ്പൊക്കെ എനിക്ക് തോന്നുന്നു ഈ ആരാധനയിൽ വിടുതലുണ്ടെന്നൊക്കെ കേൾക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ആൻറ്റി വേദന ഉണ്ടായിട്ടും പ്രശ്നം ഉണ്ടായിട്ടും അതൊന്നും നോക്കാതെ ദൈവത്തെ ആരാധിച്ചപ്പോൾ ബൈബിൾ പറയുന്നു, ദൈവം ബലമില്ലാത്തവർക്ക് ബലം നൽകുന്നു.
ഒരു സൂത്രവാക്യം ഞാൻ പറയാം. വയ്യ, ഇപ്പം വീഴും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബലമില്ല. നമ്മുടെ ദൈവം ബലവാനാണ്. ബലമില്ലാത്തവർക്ക് ദൈവം ബലം വേണ്ടത്ര കൊടുക്കും. ബലമില്ല എന്ന് തോന്നുന്നവർ കൂടുതൽ ആരാധിച്ചേക്കണം. അപ്പോൾ തിരിച്ചു പോകുന്നത് ഒരു സിംഹത്തിൻ്റെ പവറുമായിട്ടായിരിക്കും. ഈ ആൻറ്റി പറഞ്ഞ സാക്ഷ്യം കേട്ടായിരുന്നു, ആ ബലം കണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ സ്റ്റെപ്പുകളെല്ലാം കയറി ഇറങ്ങി ഇന്ന് വളരെ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടെ ആൻറ്റി ഇവിടെ നിൽക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിൻ്റെ മകൾക്ക് ലഭിച്ച ഈ രോഗസൗഖ്യം കർത്താവ് ഇവിടെ പ്രസ്താവിക്കപ്പെട്ടതുകൊണ്ട് ഇവൾക്ക് വേണ്ടി ചെയ്തത് ആർക്ക് വേണ്ടിയും ചെയ്യുവാൻ യേശു ശക്തനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം യേശു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. ഇപ്പോൾ ഇതുപോലെ ശരീരത്തിൽ വലിയ പ്രശ്നങ്ങളും വേദനകളുമായി കഴിയുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കരങ്ങൾ ഉയർന്നിരിക്കുന്നവരും ഈ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ മഹത്വവും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് അർപ്പിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് അലർജികൾ ഇപ്പോൾ സൗഖ്യമാകും. അലർജി കൊണ്ട് സാധാരണ രീതിയിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാകുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, ദ പവർ ഓഫ് ഗോഡ് മൂവിങ് ഇൻ യുവർ ഫിസിക്കൽ ബോഡി റൈറ്റ് നൗ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കേണ്ട റൂട്ട് കോസ് വരെ കർത്താവ് എടുത്തു കളയുകയാണ്. ഡസ്റ്റ് അലർജി മുതൽ ഫുഡ് അലർജി വരെ എന്ത് അലർജി ആയിരുന്നാലും ദ ലോർഡ് ഈസ് ഹീലിംഗ് യു റൈറ്റ് നൗ. വിശ്വസിക്കുക യേശുവിൻ്റെ നാമത്തിൽ. കുഞ്ഞുങ്ങളെപ്പോലെ വിശ്വസിക്കുക. താങ്ക് യു ലോർഡ്. അതുപോലെ കുട്ടികൾ ഇല്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഭാര്യ ഭർത്താക്കന്മാർ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് കൈകളെ കോർത്ത് പിടിക്കുക. ഭർത്താവ് ഭാര്യ അടുത്തില്ലെങ്കിൽ വിശ്വാസത്താൽ മനസ്സിനെ ഐക്യമത്യപ്പെടുത്തി പ്രാർത്ഥിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ കർത്താവെ അതിൻ്റെ ആ സാഫല്യത്തിലേക്ക് വരാൻ കഴിയാതെ കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്ന ദമ്പതികളെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വർഷം എത്ര പിന്നിട്ടിട്ടുണ്ടെങ്കിലും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൈതങ്ങൾ അവർക്ക് ജനിക്കട്ടെ. ഒരു മിറക്കിൾ അവിടെ ഉണ്ടാകട്ടെ. അബ്രഹാമിനും സാറയ്ക്കും വേണ്ടി പ്രവർത്തിച്ച അതേ കരം ഇപ്പോൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ഫാദർ. ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ട്, ഞാനൊരു ക്രിസ്ത്യാനിയല്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ യേശു കേൾക്കും എന്നൊക്കെ സംശയിക്കുന്നൊരു വ്യക്തി. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജാതിയോ മതമോ നോക്കുന്നവനല്ല. യേശു സകലരുടെയും രക്ഷിതാവാണ്, സകലരുടെയും ദൈവം. എല്ലാവരും പ്രാർത്ഥന കർത്താവ് കേൾക്കുക. യേശു സ്നേഹമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ഉള്ളിലുള്ള മുൻവിധികളെല്ലാം മാറ്റി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരെല്ലാം ഇപ്പോൾ കർത്താവെ വിടുതൽ പ്രാപിക്കട്ടെ, രോഗസൗഖ്യം പ്രാപിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അസ്ഥികളിലെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം, അസ്ഥികൾ ദ്രവിച്ചു പോകുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് വന്ന് കൈകാലുകളിലൊക്കെ പിരിഞ്ഞു പോയവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ ഉണങ്ങാത്ത മുറിവുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഉണങ്ങട്ടെ. വ്രണങ്ങൾ കരിഞ്ഞു മാറട്ടെ. ഇൻ ജീസസ് നെയിം. ഷുഗർ ലെവൽ നോർമലാകട്ടെ. വിവിധങ്ങളായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവെ, എല്ലാവിധ രോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ കരം പ്രവർത്തിച്ചതിനായി നന്ദി. സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകട്ടെ. ഭവനമില്ലാത്തവർക്ക് അത് ലഭിക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് അത്ഭുതകരമായി ജോലി കൊടുക്കട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ മിറക്കിൾസ് നടക്കട്ടെ. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ട ആശിഷമാരി എന്ന പുസ്തകം കിട്ടിയിട്ടില്ലാത്തവർ ഈ ആഴ്ചയിൽ അവസാനം വരുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ തീർച്ചയായും നിങ്ങളത് വാങ്ങണം. അല്ലെങ്കിൽ ബ്ലെസ്സിങ് സെൻ്ററുകളിൽ നിന്ന് വാങ്ങുക, വായിക്കണം, അനുഗ്രഹിക്കപ്പെടുക. നാളെ ഇന്ന് നിങ്ങൾ കേട്ട സന്ദേശം തുടരുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു.
ബൈബിൾ ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ദൈവം നോഹയോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളം എന്ത്? വാട്ട് വാസ് എ സൈൻ ഫോർ ദ കവനന്റ് ഓഫ് ഗോഡ് വിത്ത് നോവ? ഓപ്ഷൻസ്: എ സൂര്യ തേജസ്, ബി മഴവില്ല്, സി കാഹളധ്വനി, ഡി ദർശനം. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.